ഞാനിപ്പോൾ ഇരിക്കുന്നത് ഞാൻ ജനിച്ച വീട്ടിലാണ്. ഇത് തൃശ്ശൂർ ജില്ലയിൽ കണിമംഗലം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള പനമുക്ക് എന്നൊരു ഗ്രാമം. എൻ്റെ ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഉള്ള ക്ഷേത്രമാണ് വട്ടപ്പിന്നി ഭഗവതി ക്ഷേത്രം, ഭദ്രകാളി. ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ മനോഹരമായ മൈതാനമുണ്ട്. ആ മൈതാനത്തിലാണ് ഞാനൊക്കെ ഇങ്ങനെ പിച്ചവെച്ച് നടന്നതും. എൻ്റെ ബാല്യകാല സ്മൃതികൾ അവിടുത്തെ ഓരോ പൂഴിക്കും അറിയാം. അതിൻ്റെ മുമ്പിലുള്ള ആൽത്തറ, ഒരു കാഞ്ഞിരം, തൊട്ടടുത്തുള്ളൊരു പേലാൻ. അമ്പലവാസി കുടുംബത്തിൽ പിറന്ന ഒരാളാണ്. ജന്മന ഞങ്ങൾ കലാകാരന്മാരാണ് അമ്പലവാസികൾ. കാരണം അമ്പലത്തിൽ മാല കെട്ടുന്നവരാണ് ഞങ്ങൾ തൊഴിൽപരമായി. അപ്പോൾ അതിൽ തന്നെ ഒരു ആർട്ടിസ്റ്റിക് ടച്ച് ഉണ്ട്. ചെറുപ്പത്തിൽ എൻ്റെ ഈ കലാവാസന ശരിക്കും എൻ്റെ വീട്ടുകാർ തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് വിരോധമില്ല. കാരണം എൻ്റെ ചെറുപ്പത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു പാട്ടുകാരനാവാനായിരുന്നു. റേഡിയോ എന്ന് പറയുന്നൊരു ഇന്ന് നമ്മൾ വലിച്ചെറിയപ്പെട്ട, നമ്മുടെ കുപ്പത്തൊട്ടിയിലേക്ക് നിഷ്കരണം വലിച്ചെറിയപ്പെട്ട ആ യന്ത്രത്തിലൂടെയാണ് ഞാൻ എൻ്റെ മലയാള ഭാഷയെ രൂപപ്പെടുത്തുന്നത്. വയലാറും ദേവരാജനും പി ഭാസ്കരനും ബാബുരാജും ONV-യും സലീൽ ചൗധരിയും യേശുദാസും ജയചന്ദ്രനും പി സുശീലയും എസ് ജാനകിയും ഒക്കെയായിരുന്നു എൻ്റെ ചെവിയിലൂടെ എൻ്റെ മനസ്സിലേക്കെത്തിയ ആളുകൾ. മലയാളം ഉച്ചരിക്കാനുള്ള എൻ്റെ ആദ്യത്തെ ഒരു ചവിട്ടുപടി ഈ പാട്ടുകളായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ലൈബ്രറിയൊക്കെ കാണുന്നത്. പിന്നെ ഈ ക്ഷേത്രത്തിലെ തായമ്പക, പഞ്ചവാദ്യം, മേളം തുടങ്ങിയവ. ഈ ക്ഷേത്രത്തിൽ മണ്ഡലം 41 ദിവസം കളമ്പാട്ട് പൂജ എന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ബാല്യത്തിൽ എൻ്റെയൊക്കെ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ താളം പിടിക്കുക, ഈ ചെണ്ട വായിക്കുമ്പോൾ അതിന് പിന്നിൽ ഒരു താളം പിടിക്കുക. എൻ്റെ ജീവിതത്തിലെ ഒരു താളത്തിലേക്ക് എന്നെ എടുത്തെറിയപ്പെട്ടത് ചിലപ്പോൾ ഈ ഞാൻ കേട്ട പാട്ടുകളും അതുപോലെ ഈ ചെണ്ടയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ടുള്ള ഈ താളം പിടിക്കലുമായിരിക്കാം. മറ്റൊന്ന്, ഇവിടേക്ക് അടുത്തൊരു തിയേറ്റർ, സിനിമാ തിയേറ്റർ, മേരി മാതാ തിയേറ്റർ. മേരി മാതാ തിയേറ്ററിൽ നിന്നും രാത്രിയിൽ ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോയിനൊക്കെ നടന്മാരുടെ ശബ്ദം വലിയ കോളാമ്പിയിലൂടെ എൻ്റെ ചെവിയിലേക്ക് ഒഴുകിയെത്താറുണ്ട്. പ്രേം നസീറും തുടങ്ങിയ അന്നത്തെ എൻ്റെ കൾട്ട് ഫിഗറായ പ്രേം നസീറും തുടർന്ന് വന്ന 70കളിലെ ഹീറോകളൊക്കെ അങ്ങനെ എൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചു. ഈ ഓരോ ശബ്ദം എങ്ങനെ നിരീക്ഷിക്കണം എന്നത് ഞാൻ അറിയാതെ തന്നെ ഞാൻ പഠിച്ചു വരികയായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ആരോമലുണ്ണി എന്ന് പറയുന്ന ഒരു സിനിമ കാണാൻ പോയിട്ട് ഞാൻ ആ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ അതിലെ ഡയലോഗുകൾ മുഴുവൻ മനഃപ്പാഠമാക്കിയിരുന്നു. അപ്പോൾ അന്നു മുതൽ എന്നിലൊരു അനുകരണ വാസന, സംഗീതത്തെക്കുറിച്ചുള്ളൊരു താല്പര്യം, താളത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രദേശം എന്നെ കൊണ്ടെത്തിച്ചത് ഇതിനപ്പുറത്ത് വലിയൊരു ലോകമുണ്ട് എന്നൊരു ചിന്തയാണ്. ആളുകൾ വളരെ ശുദ്ധരായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും തുറന്നു പറയുന്ന സ്വഭാവക്കാരാണ് എൻ്റെ ഈ ഗ്രാമക്കാർ. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഈ വട്ടപ്പിന്നി ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിൽ ജനിച്ചു വളർന്ന എൻ്റെ ബാല്യത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഈ ക്ഷേത്രത്തിലെ അനുഷ്ഠാന കലകളും ഇവിടുത്തെ പഞ്ചവാദ്യവും ചെണ്ടമേളവും ആനയും, നേരത്തെ ഞാൻ പറഞ്ഞ വളരെ ഫോക്കലോറായ കുറേ കലാരൂപങ്ങളുണ്ട്, നാടൻ കലാരൂപങ്ങൾ, ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ജീവിതത്തിലെ താളത്തെ, എവിടെയൊക്കെയോ തെറ്റിപ്പോകേണ്ട താളത്തെ നിയന്ത്രിച്ച് എന്നിലേക്ക് പിടിച്ചു നിർത്തിയത് ചിലപ്പോൾ ഈ ഒരു പ്രദേശത്തിൻ്റെ ഈ പ്രത്യേകത ആയിരിക്കണം, ആവണം, ആണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണിമംഗലം SN ബോയ്സ് ഹൈസ്കൂളിന് മുമ്പിലാണ്. എന്നെ പഠിച്ച് വലുതാക്കിയ സരസ്വതി ക്ഷേത്രമാണിത്. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് IM വേലായുധൻ മാസ്റ്ററായിരുന്നു ഈ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ ഹോണറിന് പണിത ലൈബ്രറിയാണിത്. IM വേലായുധൻ മാസ്റ്റർ ഒരു തികഞ്ഞ പഴയകാല രാഷ്ട്രീയ പ്രവർത്തകൻ, പിന്നെ എഴുത്തുകാരൻ, പ്രാസംഗികൻ, രാഷ്ട്രപതിയുടെ മികച്ച അധ്യാപകനുള്ള ദേശീയ അവാർഡ് നേടിയ ആളാണ്. അദ്ദേഹം ഹെഡ് മാസ്റ്റർ ആയിരിക്കുമ്പോൾ ഇവിടെ പഠിക്കാൻ കഴിഞ്ഞാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഭിമാനം. തലശ്ശേരിയിൽ ഒരു സമ്മേളനത്തിന് പോയപ്പോൾ അവിടെ 3 ദിവസത്തെ സമ്മേളനം നടക്കുകയാണ്. സമ്മേളനത്തിൽ പോയപ്പോൾ അവിടുത്തെ അതിൻ്റെ ഭാരവാഹികൾ ആകെ വിഷമിച്ച് എന്നോട് പറഞ്ഞു, അവിടെ മാസ്റ്റർ നാട്ടിലല്ലേ ജയരാജ് വാര്യർ, അതെ, അദ്ദേഹത്തെ ഒന്ന് കിട്ടണമല്ലോ, മാസ്റ്റർ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞ് അദ്ദേഹത്തെ വരുത്തണം നാളേക്ക്. ഇവിടെ നാളെ ഒരു വലിയ ഒരു പ്രസംഗം
ഞങ്ങൾ ഏർപ്പാട് ചെയ്തിരുന്നു. കഥാപ്രാസംഗികന് പെട്ടെന്ന് അസുഖമായിട്ട് വരാൻ പറ്റില്ല എന്നിപ്പോൾ അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ, അതിന് ബദലായിട്ടുള്ള ഒരു നല്ല പരിപാടി നടത്താനായിട്ട് ഈ കാരിക്കേച്ചർ എന്നുള്ള പരിപാടി തിരക്കേടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറൊന്നും എൻ്റെ കയ്യിലില്ല. വളരെയധികം ഒരു വിഷമം തോന്നി. കാരണം ഇത്ര പ്രസിദ്ധനായ ഒരാളുടെ എൻ്റെ വിദ്യാർത്ഥിയായിട്ട് അദ്ദേഹവുമായിട്ട് എനിക്ക് കോണ്ടാക്റ്റൊന്നുമില്ല എന്നല്ലേ ഇവർക്ക് തോന്നുക. അതിലൊരു നാണക്കേടും തോന്നി. ഞാൻ അന്ന് തന്നെ രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോരുകയും ചെയ്തു. പിന്നെ പല രംഗത്തും ഇദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ട്. ഈ ചാക്യാർ കൂത്ത് പോലെ ഈ സമൂഹത്തിലെ തിന്മകളെ എടുത്ത് എതിർത്തുകൊണ്ട് സാമൂഹിക വിമർശനം നടത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനം നടത്തുന്നു എന്നുള്ളത് കാണുകയുണ്ടായി. അതിൽ വലിയധികം സന്തോഷം തോന്നി എനിക്ക്. ഒരു നവീനമായ രീതി. ശ്രീ ജയരാജ വാര്യർ നാടകത്തിൽ അഭിനയിക്കുന്നത് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ നല്ലൊരു നടനായിട്ട് അന്നെനിക്ക് തോന്നിയിട്ടുണ്ടായത്. ഞാനിരിക്കുന്നത് എൻ്റെ കലാപ്രവർത്തനത്തിൻ്റെ തുടക്കം കുറിച്ച ഒരു സ്ഥലത്താണ്. ഇത് ഡോക്ടർ വിജയരാഘവൻ. ഇദ്ദേഹം പ്രഗത്ഭനായൊരു ഡോക്ടറാണ്, നാടകകൃത്താണ്, നടനാണ്. ഒരു കലാകാരനാവാൻ അതല്ലെങ്കിൽ ഒരു കലാരംഗത്തേക്ക് എന്നെ പരിചയപ്പെടുത്തിയത്, അതല്ലെങ്കിൽ വേദിയിലൂടെ എന്നെ പരിചയപ്പെടുത്തിയതിൽ ആദ്യത്തെ പങ്ക് ഡോക്ടർ വിജയരാഘവനാണ്. അദ്ദേഹം എഴുതിയ ഒരു നാടകത്തിൽ വളരെ മുതിർന്ന ഒരു വേഷം ചെയ്യാൻ എന്നെ ക്ഷണിക്കുകയായിരുന്നു. ഞാൻ ഈ നാടകത്തിൽ അഭിനയിക്കാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ച എന്തെങ്കിലും 1-2 രംഗത്ത് വന്നു പോകുന്ന ഒരാളാകും എന്നാണ് വിചാരിച്ചത്. ആ പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ 19ാമത്തെ വയസ്സിൽ ഇവിടെ വന്നപ്പോൾ. പക്ഷേ എനിക്ക് അദ്ദേഹം എന്തോ എന്നെ മനസ്സിലാക്കിയിട്ടാണോന്ന് അറിയില്ല, ആ നാടകത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു വേഷം എനിക്ക് തന്നു. നാടക പ്രവർത്തനത്തിൻ്റെ തുടക്കം ഇവിടെയായിരുന്നു. ഈ വീടിൻ്റെ കാർ ഷെഡ് അതിപ്പോൾ കൺസൾട്ടേഷൻ റൂമായി മാറി. അവിടെയായിരുന്നു റിഹേഴ്സൽ. രാത്രി ഒരു 9 മണിക്ക് ശേഷം പുലരും വരെയുള്ള റിഹേഴ്സൽ. പുലരും വരെ കഥകളി എന്നൊക്കെ പറയുന്ന പോലെ 1982 കാലം. ജയന് അസാമാന്യമായ ഓർമ്മശക്തി ഉണ്ടെന്ന് സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞ് അഭിനയം തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. സ്ക്രിപ്റ്റില്ലാതെ 2ാമത്തെ ദിവസം തന്നെ ജയൻ അഭിനയിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. പിന്നീട് ജയനിലെ ഒരു അഭിനേതാവ് മാത്രമല്ല, വളരെ ഓർമ്മശക്തിയുള്ള ഒരു ബുദ്ധിശാലി കൂടി ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ അത് പരമാവധി ജയൻ ഉപയോഗിച്ചത് ജയൻ്റെ ഫാർമസി ഡിപ്ലോമ കോഴ്സിലാണ്. അദ്ദേഹം വന്ന് യൂണിവേഴ്സിറ്റി 2nd റാങ്കോട് കൂടിയാണ് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് പാസ്സായത്. അത് ജയൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവാകുമായിരുന്ന സന്ദർഭമായിരുന്നു. അന്ന് ജയൻ്റെ അച്ഛൻ എന്നെ വിളിച്ച് പറഞ്ഞു, ജയനിത പാസ്സായി വന്നിരിക്കണു, ജയന് എവിടെ വേണം ജോലി വേണമെങ്കിൽ ഞാൻ തരപ്പെടുത്തി കൊടുക്കാം, ഏത് ആശുപത്രിയിൽ വേണം ജയന് ജോലി ഞാൻ വാങ്ങിച്ചു കൊടുക്കാം, അതല്ല എവിടെ വേണം മെഡിക്കൽ ഷോപ്പ് തുടങ്ങണം, ഡോക്ടർ സ്ഥലം പറഞ്ഞു തരൂ, ഞാൻ അവിടെ മെഡിക്കൽ ഷോപ്പ് തുടങ്ങിക്കാം. ജയനെ ഒന്ന് ഉപദേശിക്കണം എന്നാണ് അന്ന് ജയൻ്റെ അച്ഛനെന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ജയൻ്റെ അച്ഛനെ ഞാനന്ന് വളരെ വേദനാകരമായ രീതിയിൽ വഞ്ചിച്ചു എന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും. കാരണം ജയനെ വിളിച്ച് ഞാൻ കൊടുത്ത ഉപദേശം, ജയ നീ ഒരിക്കലും ഒരു ഫാർമസിസ്റ്റായി ജോലി സ്വീകരിക്കരുത്. കാരണം നിന്നിൽ ഒരു വലിയ കലാകാരനുണ്ട്, ആ കലാകാരനെ നീ ആദരിക്കണം, ആ കലാകാരൻ നിന്നിലൂടെ വളരാൻ നീ അവസരം കൊടുക്കണം. നീ അലയൂ, നീ ഒരു 5 കൊല്ലത്തോളം ജോലി വേണ്ടെന്ന് വെച്ചിട്ട് നീ അലയുക, നീ മദ്രാസിൽ പോവുക, എവിടെയൊക്കെ സന്ദർഭങ്ങളിൽ കിട്ടും അവിടെയൊക്കെ നീ അലഞ്ഞു നടക്കുക, പട്ടിണി കിടക്കൂ, കഷ്ടപ്പെടൂ. അത് കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞ് നീ വിജയിച്ചില്ലെങ്കിൽ നീ തിരിച്ചു വരൂ, നമുക്കപ്പോഴും ജോലിയെക്കുറിച്ച് ആലോചിക്കാം. അത് അന്നെടുത്ത ആ തീരുമാനം അല്ലെങ്കിൽ എൻ്റെ ഉപദേശം വളരെ ശരിയായിരുന്നു. അത് ദൈവാനുഗ്രഹമുള്ളൊരു സമയത്തിലാണ് ഞാൻ ഉപദേശം നൽകിയതെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടോ എന്തോ ജയൻ്റെ കലാകാരൻ്റെ ധീരവും സ്വതന്ത്രമായ വഴി തിരഞ്ഞെടുത്തുകൊണ്ട് ഇന്നിപ്പോൾ ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ജയൻ്റെ കൂടെ ഒരുമിച്ച് ഒരു നാടകം കൂടി കളിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു മോഹം.
എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ പോരാ, അതിനൊക്കെ വളരെ ഉപരിയായിട്ടുള്ള ഒരാളാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഇരിക്കുന്നത്. 10ാം ക്ലാസ് പാസ്സാവുക എന്നതാണല്ലോ പണ്ടത്തെ കാലത്തെ ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ +2 പാസ്സാവലാണ് ഇന്ന്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ് ട്യൂഷന് അച്ഛനൊരു ട്യൂഷൻ മാസ്റ്റർ ഏർപ്പാട് ചെയ്തു തന്നു. അപ്പോൾ ഞാനിങ്ങനെ കറങ്ങി നടക്കുന്ന ഒരാളായതുകൊണ്ട് കൃത്യസമയത്ത് BSc കഴിഞ്ഞ കണിമംഗലത്തുള്ള ഒരു മാഷാണ് ട്യൂഷൻ എടുക്കാൻ വരുന്നതെന്നാണ് പറഞ്ഞത്. ട്യൂഷൻ മാസ്റ്റർ വരുന്ന സമയത്തൊന്നും ഞാൻ വീട്ടിലുണ്ടാവാറില്ല. ഞാൻ അമ്പലപ്പറമ്പിലൊക്കെ പോയി കളിയും തമാശയൊക്കെ നടക്കും. അങ്ങനെ ഒരുപാട് പീഡനം, വേറെ രീതിയിലല്ല, പിച്ചലും നുള്ളലും ഒക്കെ ട്യൂഷൻ മാസ്റ്ററിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അന്ന് തന്നെ ട്യൂഷൻ പഠിപ്പിച്ചിരുന്ന ആളാണ് മിസ്റ്റർ MR ബാലേന്ദ്രൻ. അതിനുശേഷം പിന്നീട് ഞങ്ങൾ സുഹൃത്തുക്കളായി. എൻ്റെ ട്യൂഷൻ പഠിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ കുറേ കാലം ഞങ്ങൾ കണ്ടില്ല. പിന്നെ ഞാൻ ഒരിക്കലും എൻ്റെ ഒരു പ്രോഗ്രാം, ഒരു നാടക റിഹേഴ്സൽ ക്യാമ്പിലോ വെച്ചിട്ട് നീ ഇങ്ങനെ ഒരു മുഖം നിനക്കുള്ളതായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അന്നത്തെ എൻ്റെ വിദ്യാർത്ഥികളിൽ എന്നെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ചിട്ടുള്ള വിദ്യാർത്ഥിയായിരുന്നു ജയൻ. തലേ ദിവസം പറഞ്ഞത് പിറ്റേ ദിവസം ഓർമ്മയുണ്ടാവില്ല. ട്യൂഷന് വന്നിരിക്കുന്ന സമയത്ത് മറ്റ് 1 മണിക്കൂർ ഇടവിട്ട് പല ട്യൂഷനിലും ആ സമയം കണക്കാക്കിയിട്ടാണ് ഞാൻ വരാറ്. ആ സമയത്ത് ട്യൂഷന് വന്നിരിക്കുമ്പോൾ വിദ്യാർത്ഥിയുടെ അച്ഛനും അമ്മയോടെ ഉണ്ടാവും, വിദ്യാർത്ഥി ഉണ്ടാവില്ല. അങ്ങനെ കാത്തിരിക്കുമ്പോൾ ജയാന്ന് അമ്മ നീട്ടി വിളിക്കും. അപ്പോൾ അമ്പലപ്പറമ്പിൽ നിന്ന് എവിടുന്നോ ഓടി വരും, വന്നിരിക്കും. അപ്പോൾ ഇന്നലത്തെ ഹോംവർക്കിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്ത് ഹോംവർക്ക്, ഏത് ഹോംവർക്ക്, ഞാനൊന്നും അറിഞ്ഞില്ല, ഞാൻ ഈ നാട്ടുകാരനെന്നുള്ള ഭാവത്തിലാണ് ഇരിക്കുക. അന്ന് വളരെയേറെ ജയനെ ഞാൻ ശപിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞു. ഈവൻ ഒരിക്കലും നേരെ ആകുമ്പോഴല്ല, പക്ഷെ മാസത്തിൽ കിട്ടുന്ന ആ ഫീസ് ഉണ്ടല്ലോ, ആ ഫീസിനെ കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമാണ് ഞാൻ തുടർന്ന് വന്നിരുന്നത്. അന്ന് ധാരാളമായിട്ട് ഞാൻ ഭേദ്യം ചെയ്തിട്ടുള്ള ഒരേ ഒരു വിദ്യാർത്ഥിയാണ്. അത് കാരണം നേരെയായി എന്നാണ് പക്ഷെ അക്കാദമിക് രീതിയിൽ ജയൻ അതുകൊണ്ടൊന്നും നേരെയായിട്ടില്ല. അക്കാദമിക്കായിട്ട് ജയന് അന്നേ ഒരു വാസനകൾ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നീടാണ് ജയന് മറ്റ് കഴിവുകൾ, ധാരാളമായിട്ട് മറ്റ് കഴിവുകളുള്ളൊരു ആളാണെന്ന് പിന്നീട് വളരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റെവ്യുലേഷനായിരുന്നു പിന്നീട് ജയനെ പിന്നീട് ഞാൻ കാണുമ്പോൾ. മറ്റ് യൂത്ത് ഫെസ്റ്റിവലിനും അമേച്ചർ നാടക പരിപാടികളുടെ ഇടയിലും വെച്ചിട്ട് ജയൻ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളിൽ കാണുമ്പോൾ ഭയങ്കര ഒരു പ്രതിഭയുടെ സ്ഫുരണം അന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ അന്ന് KT മുഹമ്മദിൻ്റെ സൃഷ്ടി ഞാൻ അവതരിപ്പിക്കാൻ, അപ്പോൾ അന്ന് അതിൻ്റെ നായകൻ്റെ വേഷം ആര് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ജയൻ്റെ പുതിയ മുഖം ഞാൻ കാണുന്നത്. അന്ന് ജയൻ കൊല്ലത്ത് ബീഫാം പഠിച്ച് കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ജയനെ ആ സമയത്ത് ഞങ്ങൾ കത്തിടപാടുകൾ ഉണ്ടായിരുന്നു. അന്ന് ഇപ്പോൾ നാടകത്തെക്കുറിച്ചും സിനിമയെ കുറിച്ചും ഒക്കെ കാണുമ്പോഴൊക്കെ ധാരാളം ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഈ പുസ്തകം വായിക്കാനൊക്കെ ഉള്ള ഒരു പ്രേരണ അദ്ദേഹമായിരുന്നു എനിക്ക്. അപ്പോൾ അമേച്ചർ നാടകത്തിലേക്ക് ജയനെ തീർച്ചയായിട്ടും കൊണ്ടുവരാൻ, ജയനിൽ വളരെ ഉറങ്ങിയെടുക്കുന്നൊരു ശക്തനായ നടനുണ്ടെന്ന് പല വേദികളിലും മനസ്സിലാവുകയും അന്ന് ഈ സൃഷ്ടി നാടകത്തിലെ ആ ക്യാരക്ടറിൻ്റെ പേര് എനിക്ക് വേണു എന്ന ക്യാരക്ടർ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ജയൻ ആദ്യമായിട്ട് അവതരിപ്പിച്ചൊരു മുഴുനീള നാടകമാണ് സൃഷ്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അന്നത്തെ ഒരു വലിയൊരു വൈരുദ്ധ്യം എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, അന്ന് ജയൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് തീരെ ഓർമ്മശക്തി ഇല്ലാത്തൊരു ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇന്ന് ഓർമ്മയുടെ ഒരു ഭീകരനായി മാറിയിരിക്കുകയാണ്. അന്നത്തെ എത്രയോ വർഷത്തെ മുമ്പത്തെ കാര്യങ്ങൾ പോലും ജയൻ ഇപ്പോൾ എടുത്ത് പറയുമ്പോൾ അതിൻ്റെ ഒരു സുഖം. അപ്പം എനിക്ക് തോന്നാറുണ്ട്, ഞാൻ ആ ശപിച്ച കുട്ടി ഇന്ന് ഈ ഓർമ്മശക്തിയുടെ ഇത്രയും വലിയൊരു കഴിവ്, അതായത് ഈ മൈം ചെയ്യുമ്പോഴും കാരിക്കേച്ചർ ചെയ്യുന്ന സമയത്തും പഴയ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള നമ്മുടെ നാടൻ ക്യാരക്ടേഴ്സിൻ്റെ ഓരോ അവരുടെ ഭാവങ്ങളും അവരുടെ ചലനങ്ങളും അവർ അന്ന് ഉപയോഗിച്ച ഡയലോഗ്സും ഒക്കെ ഇപ്പോൾ ജയൻ പറയുമ്പോഴാണ് നമുക്കത് ഓർമ്മ വരുന്നത്. എനിക്കൊന്നും അത് ഒരിക്കലും ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. എത്രയോ സന്ദർഭങ്ങൾ ഈ റിഹേഴ്സൽ ക്യാമ്പിന്റെ ഇടവേളകളിൽ നാട്ടുംപുറത്തെ ആളുകളെ ഇമിറ്റേറ്റ് ചെയ്യാം, പിന്നെ നമ്മുടെ അവിടെ തന്നെയുള്ള ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യാം. അത് ശരിക്കും പറഞ്ഞ റിലാക്സേഷൻ ആയിരുന്നു ആ സമയത്ത് അതൊക്കെ. അതെ, പക്ഷെ അതായിരുന്നു ജയന്റെ കളരി ശരിക്കും, അല്ലേ? ഈ അമേച്ചർ നാടക പോലെ തന്നെ മറ്റു കലാപരിപാടികൾ നടക്കുമ്പോൾ ഇടയിൽ ഉള്ള ഒരു ഫില്ലർ പോലെ ചെയ്തു വന്നിട്ടാണ് ജയൻ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ കയറി പോകുന്നത്, അല്ലേ? റിഫൈൻ ചെയ്ത് വരുമ്പോൾ. അതെ, ഞങ്ങൾ ഈ കണിമംഗലം പാടത്ത് പോയിരുന്നിട്ടാണ് ഞങ്ങൾ ലോക സിനിമയെ കുറിച്ച് സംസാരിക്കുക, ലോക നാടകങ്ങളെ കുറിച്ച് സംസാരിക്കുക,
നാടകക്കാരന്മാരെ കുറിച്ച് സംസാരിക്കുക, അതെ, പുസ്തകങ്ങളെ കുറിച്ച് സംസാരിക്കുക. അപ്പോൾ ഒരു നീളത്തിന് ഇങ്ങനെ കിടക്കുന്ന ഒരു പാട പ്രദേശമാണ് കണിമംഗലം. അവിടെയാണ് ഇദ്ദേഹത്തിന്റെ വീട്. അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അന്നൊക്കെ വായിച്ചതും അന്നൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ ഉള്ളിലുള്ളൂ. പക്ഷെ അത് ആ ഒരു അഡോളസൻസ് കഴിഞ്ഞിട്ടുള്ള ആ പീരീഡിന്റെ അത് വലിയ ഓർമ്മയാണ്. അതിപ്പോഴും മനസ്സിലതൊക്കെയാണ് ഇപ്പോഴും. എൻ്റെ ഫ്രണ്ട്സാണ്. എൻ്റെ കരിയറിൽ എനിക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സാണ്. ഇത് ദേവൻ, ഇത് അനിൽ, മാഷെ നമ്മൾ നേരത്തെ കണ്ടു. രാജേഷ് എൻ്റെ സ്വന്തം സഹചാരിയാണ്, നമ്മുടെ ശിഷ്യനാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് രമേശൻ രാജേഷിൻ്റെ ചേട്ടനാണ്. ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടാണ് ഈ എന്താ പറയുക പ്രിലിമിനറി ആയിട്ടുള്ള ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. ഇവിടെയുള്ള ഈ പരിസരത്തുള്ള ആളുകളെയൊക്കെ അല്ലേ, ഓർമ്മയില്ലേ നിനക്ക്? പിന്നെ ഈ ജയനും ഞാനുമായിട്ടുള്ള പരിചയം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പരിചയമാണ്. എന്ന് പറയുമ്പോൾ ജയനൊരു ഫാർമസി ഗ്രാജുവേഷൻ കഴിഞ്ഞ് വീണ്ടും കലയോട് ഇൻട്രസ്റ്റ് കൊണ്ട് അതെല്ലാം ഉപേക്ഷിച്ച് നാടകം മനസ്സിൽ കണ്ടുകൊണ്ട് നാടകത്തിൻ്റെ പിന്നാലെ നടക്കുന്ന ജയൻ എൻ്റെ മനസ്സിൽ വന്നു. പകുതിക്ക് വെച്ച് നാടകം നിൽക്കുകയും പിന്നെ കാരിക്കേച്ചറിലേക്ക് കയറുകയും സ്വന്തമായൊരു വഴി വെട്ടി അതിൽ വിജയം കണ്ട് 10-15-20 വർഷമായിട്ട് അത് ആ വിജയം മറ്റൊരാൾക്കും കൈമാറാതെ അയാൾ മാത്രമായിട്ട് നിൽക്കുന്ന ജയരാജ് വാര്യരെയാണ് ഇപ്പോൾ നമ്മളതിൽ കാണുന്നത്. ജയരാജ് വാര്യരും ഞങ്ങളുടെ സൗഹൃദ വലയങ്ങൾ വളരെ വിപുലമാണ്. ഒരുപക്ഷെ ഈയിടെ മരിച്ച കലാമണ്ഡലം ഹൈദരാലിക്കാണ് എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ കൊല്ലം ഇതേപോലെ യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഞാനും കലാമണ്ഡലം ഹൈദരാലിക്കും കൂടി ജയൻ്റെ വീട്ടിൽ ഉച്ചയ്ക്ക് കിടന്നുറങ്ങാം. അപ്പോൾ ഹൈദരാലിക്ക നമ്മളോട് ജയനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നാളും കൂടി പറഞ്ഞ് വളരെ അപ്പോൾ ഞങ്ങളുടെ സൗഹൃദ വലയത്തിലുള്ള പവിത്രൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡയറക്ടർ പവിയേട്ടൻ കാര്യങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ആവാലോ. അതെ എന്ന് പറയുമ്പോൾ നമ്മുടെ സൗഹൃദം ഏറ്റവും സിൻസിയർ ആയിട്ടുള്ള ഒരാളാണ് ഈ പവിയേട്ടൻ. അതുപോലെ ഹൈദരാലി മാഷ് ഈ കഥകളിപ്പദം പാടുന്ന പോലെ തന്നെ സിനിമാ പാട്ട് പാടും. അതാണ് ഏറ്റവും മനോഹരം. അപ്പൊ നമ്മള് സാമ്യമകന്നൊരു ധ്യാനമേ കൽപ്പകോദ്യാനമേ എന്ന് പാടിയ മാഷ് പാടും. പക്ഷെ അത് കഴിഞ്ഞാൽ മാഷെ നമ്മൾ വിടില്ല. മാഷെ കൊണ്ട് നമ്മള് സാമ്യം അല്ലെങ്കിൽ കർണശബ്ദം ഇതൊക്കെ പാടിപ്പിച്ചിട്ട് നമ്മൾ വിടാറുള്ളൂ. മാനത്തെത്തിയ മഴവിൽ കൊടിയെ മായരുതേ നീ മായരുതേ, നീരത പാളികൾ തോളിലുയർത്തിയ നീലപ്പീലി കാവടിയേ നീലപ്പീലി കാവടിയേ, ഇന്നലെ രാത്രിയിൽ വെൺതിങ്കൾ കല നിന്നു മയങ്ങിയ മലമുടിയിൽ വരളും മണ്ണിന് ദാഹം തീർക്കാൻ വാർമഴവില്ലേ നീ വന്നു, വാർമഴവില്ലേ നീ വന്നു. ഏകദേശം 20-ലേറെ വർഷമായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് പി ബാലചന്ദ്രൻ, അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനാണ്, പ്രാസംഗികനാണ്, അത്യാവശ്യം എഴുത്തുകാരനാണ്. എൻ്റെ ആത്മസുഹൃത്തുക്കളിൽ ഒരാളാണ്. ചിത്രരചന സങ്കേതമായിട്ടുള്ള കാരിക്കേച്ചർ, വിദഗ്ധമായി ബോഡി ലാംഗ്വേജ്, ശരീരഭാഷ കൂടി സംയോജിപ്പിച്ച് എങ്ങനെ ഫലപ്രദമായി സാമൂഹിക വിമർശനവും വളരെ ക്രിയാത്മകമായി സക്രിയമായി തൻ്റെ ചുറ്റുപാടുമുള്ള ലോകത്തെ വിനിമയം ചെയ്യാനും കഴിയും എന്ന് വിദഗ്ധമായി തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ് ജയൻ.